മധ്യവേനൽ അവധിക്കായി സ്കൂൾ അടയ്ക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കെ വാർഷിക പരീക്ഷ നടക്കുന്ന സാഹചര്യവുമാണ്. ഇതിനിടയിലാണ് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഇത്ര മോശമായ ഒരു വാർത്ത പുറത്തുവരുന്നത്. കൊടുവള്ളി കരുവൻപോയിൽ അബ്ദുൾ സലാമിന്റെ മകൻ മുഹമ്മദ് അസ്ലാഹ് എന്ന 14 വയസ്സുകാരനാണ് സഹപാഠികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ കുട്ടിയെ അസ്ലഹിനെ മർദ്ദിച്ചതെന്നാണ് ഈ കുട്ടി പറയുന്നത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെയാണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15ഓളം വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോവുകയും സ്കൂളിന് സമീപത്തുള്ള പലയിടങ്ങളിലായി എത്തിക്കുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ഈ കുട്ടി പറയുന്നു. മുടിവെട്ടിയ സ്റ്റൈലും ഒപ്പം കാലിൽ ധരിച്ച ചെരുപ്പും അത് വലിയ ഫാഷൻ രീതിയിലുള്ളതാണ് ആരോപിച്ചൊക്കെയായിരുന്നു ആദ്യം തർക്കം തുടങ്ങിയത്. ആ തർക്കം പിന്നീട് വലിയ വാക്കേറ്റമായി മാറുകയും മർദ്ദനത്തിൽ കലാശിക്കുകയുമായിരുന്നു. 9ാം ക്ലാസ്സിലെ കുട്ടികളാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഈ അസ്ലഖ് തിരിച്ചറിയുകയും ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ശരീരമാസകലെ പാട് ഈ മർദ്ദനത്തിലുണ്ടായി. 15 പേരാണ് ഈ കുട്ടിയെ 14 വയസ്സുള്ള അല്ലെങ്കിൽ കുട്ടിയെ മർദ്ദിച്ചത്. ഇതേ തുടർന്ന് മൂക്കിൽ നിന്നും രക്തം വരികയും ഒക്കെ ചെയ്തു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടുകയും ചെയ്തിരുന്നു. രക്ഷാകർത്താക്കളുടെ വിവരമനുസരിച്ച് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂളിലും ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരു വിഭാഗവും തമ്മിൽ അല്ലെങ്കിൽ ഈ പരിക്ക് പറ്റിയ വിദ്യാർത്ഥിയും അക്രമത്തിലെത്തിയ കുട്ടികളും തമ്മിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ല. ഈ വിദ്യാർത്ഥി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് തന്റെ മുടിവെട്ടിയ സ്റ്റൈലും ചെരുപ്പിന്റെ ഒരു രീതിയുമൊക്കെ നോക്കി ഇതേ ചൊല്ലിയുള്ള ചോദ്യത്തിനൊടുവിലാണ് മർദ്ദനം ഉണ്ടായതെന്നാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഒരു റാഗിങ്ങിന്റെ പരിധിയിലാവും ഇക്കാര്യങ്ങൾ പെടുക. എന്തായാലും സ്കൂളിലെ റാഗിംഗ് വിരുദ്ധ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് ഈ വിദ്യാർത്ഥി സ്കൂളിൽ നൽകിയിരിക്കുന്ന പരാതി കൈമാറുകയും അവർ ഈ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും ഈ സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധന നടത്തും. അതിനുശേഷം റിപ്പോർട്ട് പോലീസിന് കൈമാറും. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാവും പോലീസ് അനുബന്ധ നടപടിക്രമങ്ങളിലേക്ക്